ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘന യാത്രയിൽ 9 കുറ്റങ്ങൾ ചുമത്തി. വാഹനോടമയായ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന് എതിരെയാണ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിലും കേസെടുത്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, അതായത് ഈ ആകാശ് തില്ലങ്കേരിക്കെതിരെ കേസില്ലെന്നാണോ സുർജിത്ത്? നിലവിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല. ഇതിന്റെ എല്ലാം RC ഓണറായ ആൾക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. അത് മൊറയൂർ സ്വദേശിയായ സുലൈമാൻ എന്നയാളുടെ ഉടമസ്ഥതയിലാണ് ഈ വാഹനമുള്ളത്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിനെ തുടർന്നാണ് ഇപ്പോൾ 9 കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ വാഹനം മോഡിഫൈ ചെയ്തു, അതോടൊപ്പം തന്നെ റൂഫ് ഇല്ലായിരുന്നു, ഒപ്പം ടയറിന്റെ വീതി കൂടുതലായിരുന്നു, മുൻഭാഗത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ഇത്തരത്തിൽ ഒട്ടനവധി നിയമലംഘനങ്ങൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാഹനം നേരത്തെ 3 തവണ സമാനമായ രീതിയിൽ കുറ്റങ്ങൾ കണ്ടെത്തി പിടിക്കപ്പെട്ട വാഹനമാണ് എന്നുള്ളതും RTO എൻഫോഴ്സ്മെന്റ് സ്ഥിരീകരിക്കുന്നുണ്ട്. വയനാട് പനമരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട് പനമരത്ത് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഇത് പുറത്തു വരികയും പിന്നീട് ഇത് വാർത്തയാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് RTO എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തിയത്. മേഖലയിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട്. ഈ പരിശോധനയിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ കുറ്റകൃത്യം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ RC സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശയാണ് വയനാട് എൻഫോഴ്സ്മെന്റ് RTO മലപ്പുറം RTOക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ RC ഓണർ ഉള്ള പ്രദേശം മലപ്പുറമാണ് എന്നുള്ളത് കൊണ്ടാണ് മലപ്പുറം RTOക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. എന്തായാലും അത്തരം നടപടികളിലേക്ക് കടക്കും. നിലവിൽ ഈ ആകാശ് തില്ലങ്കേരിക്കെതിരെ കുറ്റം ചുമത്താവുന്ന വകുപ്പുകളൊന്നും തന്നെ ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് സംഘം ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വാഹന ഉടമയ്ക്കെതിരെയാണ് കർശനമായൊരു നടപടി സ്വീകരിക്കുന്നത്. 45,500 രൂപ പിഴ ചുമത്താവുന്ന കുറ്റങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉന്മേഷ്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.